പ്രിയപ്പെട്ടവരെ, ഇന്ന് ജ്ഞാനായ സമുദായത്തിന്റെ പരമോന്നത ബോഡിയായ ജ്ഞാനായ അസോസിയേഷൻ കൂടുകയുണ്ടായി. 2 മീറ്റിംഗ് ആണ് കൂടിയത്. രാവിലത്തെ സെക്ഷനിലെ ജ്ഞാനായ സമുദായ ഭരണഘടനയുടെ ആ അമെൻമെന്റ് ആണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്ന മുഴുവൻ അമെൻമെന്റുകളും ഇന്ന് പാസാക്കി, മഹാഭൂരിപക്ഷത്തോടെ പാസാക്കി. അതിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന സമുദായത്തിന്റെ കുറെ അമെൻമെന്റിൽ ഈ നേരിട്ട് ഓൺലൈൻ ഉൾപ്പെടെ 365 പേര് ഇതിനകത്ത് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തു. അതിന് വിദേശത്തുള്ളവരുൾപ്പെടെ ഓൺലൈനിൽ 45 പേരും 60 പേരും ബാക്കിയുള്ളവരെല്ലാം അങ്ങനെയുമാണ് പങ്കെടുത്തത്. ഞങ്ങൾ അവിടുത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പരിശുദ്ധ പാത്രികീസ് ബാബായുടെ അല്ലെങ്കിൽ അന്ത്യോക്യ ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഞങ്ങളുടെ ഉൾഭരണ സ്വാതന്ത്ര്യം അതിൽ ആരെയും കൈകടത്തുവാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ ഇന്ന് ഇവിടെ ഐക്യകണ്ഠ്യേന തീരുമാനമെടുത്തു. അതുപോലെ തന്നെ രാവിലത്തെ സെക്ഷൻ അങ്ങനെ ഇത് അമെൻമെന്റ് മുഴുവനാണ് പാസ്സാക്കിയത്. അത് അമെൻമെന്റില് ഞങ്ങളുടെ സമുദായ മെത്രാപ്പോലീത്തായിക്ക് അദ്ദേഹത്തെ റിട്ടയർമെന്റ് ഇല്ല. അദ്ദേഹം മറ്റുള്ള സുറിയാനി സഭകളെ കൊണ്ട് സഭാ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ യാതൊരു റിട്ടയർമെന്റും ഇല്ല. മറ്റുള്ള സഹായ മിത്രാച്ചന്മാരെല്ലാം 75-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ചെയ്യുമെന്ന് ഒരു നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഐക്യകണ്ഠ്യേനാണ് തീരുമാനിച്ചിരുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് വികാരി ജനറലുമായ ഫാദർ എബ്രഹാം വെളേശ്ശേരിയുടെ അധ്യക്ഷതയിലാണ് മീറ്റിംഗ് കൂടിയത്. ജ്ഞാനായ കമ്മിറ്റി മെമ്പർമാർ, ട്രസ്റ്റി ഉൾപ്പെടെ, വൈദിക ട്രസ്റ്റി ഉൾപ്പെടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും അതിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ പരിശുദ്ധ പാത്രികീസ് ബാബായുടെ സസ്പെൻഷൻ ജ്ഞാനായ സമുദായം അംഗീകരിക്കുന്നില്ല എന്ന് ഒരു തീരുമാനം കൂടെ എടുത്തുകൊണ്ടാണ് ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ ഞങ്ങളുടെ സഹായ മെത്രാച്ചന്മാര് അവര് പാത്രികീസ് ബാബായെ തെറ്റിദ്ധരിപ്പിച്ച് പാത്രികീസ് ബാബായുടെ സമുദായ മെത്രാപ്പോലീത്തായുടെ പേരിൽ ഉണ്ടായ ഈ സസ്പെൻഷന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരായതുകൊണ്ട് അവരെ ഇനി ജ്ഞാനായ സമുദായത്തിന്റെ ഔദ്യോഗിക ഒരു പരിപാടികളിലും ക്ഷണിക്കണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതെ. അതുപോലെ തന്നെ സമുദായ മെത്രാപ്പോലീത്തയുടെ അനുവാദമില്ലാതെ ജ്ഞാനായ സമുദായത്തിന്റെ ഒരു ദേവാലയങ്ങളിലും ആർക്കും കൽപ്പനകൾ അയക്കാൻ പാടില്ല എന്നും തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ ജ്ഞാനായ സമുദായത്തിൽ നിന്നും വിഘടിച്ചു പോയി കുറെ ദേവാലയങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വിദേശത്താണ്, ഇവിടെ നാട്ടിലല്ല. അതൊന്നും ഞങ്ങൾ ജ്ഞാനായ സമുദായം അംഗീകരിക്കുന്നില്ല എന്നും പരമോന്നത ബോഡി ഇന്ന് പാസ്സാക്കുകയുണ്ടായി. ഇപ്പൊ ഹൈക്കോടതി ഒരു വിധി വന്നിട്ടുണ്ടല്ലോ, ഈ മുനിസിപ്പൽ കോടതിയിലെ വിധി വരുന്നത് വരെ തീരുമാനങ്ങൾ അല്ല. ഇന്നലെ ഇവിടെ പ്രസിദ്ധീകരിച്ചിരുന്നതും ഒക്കെ അവര് വ്യാജമായ ഒരു പ്രസിദ്ധീകരണമാണ് പ്രസിദ്ധീകരിച്ച് സ്റ്റേ ആയത്. അപ്പൊ ഞങ്ങളുടെ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാര് എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു പോകേണ്ടി വരെ സംവിധാനം ഉണ്ടാക്കി. എന്നാൽ അങ്ങനെ ഒരു സ്റ്റേ ഇല്ലായിരുന്നു. ഇന്ന് എറണാകുളത്ത് ഹൈക്കോർട്ടിൽ ഒരു ഓർഡർ ഉണ്ടായിരിക്കുന്നത് അസോസിയേഷൻ നടക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും യാതൊരു വിലക്കുമില്ല. ഇവിടെ ഒരു മുനിസിപ്പൽ കോടതിയിലെ ഒരു കേസുണ്ട്. ആ കേസിന്റെ തീർപ്പനുസരിച്ചായിരിക്കും അതിന്റെ പ്രവർത്തനങ്ങളെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു ഓർഡർ. അതനുസരിച്ച് ഞങ്ങൾക്ക് ജ്ഞാനായ അസോസിയേഷൻ കൂടുന്നതിന് യാതൊരു മുടക്കുകളും ഇല്ലായിരുന്നു. എല്ലാവരും അതിനകത്ത് സംബന്ധിച്ചു. കോടതിയുടെ കാര്യങ്ങൾ ഞങ്ങളത് ജ്ഞാനായ കമ്മിറ്റി അതിൻ്റെതായ രീതിയിൽ അത് നോക്കുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കിപ്പോ എല്ലാ സഭകളുമായിട്ട് ഞങ്ങളുടെ സഹോദര സഭകളാണ്. കേരളത്തിലെ എല്ലാ സഭകളെയും സഹോദര സഭകളായിട്ട് കണക്കാക്കുന്നവരാണ് ഞങ്ങൾ. അവരുമായിട്ട് എല്ലാ സഭകളുമായിട്ട് നല്ല ടേംസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു.
ഈ അടുത്ത സമയത്താണ് ഞങ്ങള് ഉൾഭരണ സ്വാതന്ത്ര്യമുള്ള ജ്ഞാനായ സമുദായമാണ്. ഞങ്ങൾക്ക് ഉൾഭരണ സ്വാതന്ത്ര്യം പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഇപ്പോഴല്ല. എന്നാൽ ഇപ്പോൾ കയറി ഞങ്ങളുടെ സമുദായത്തിന്റെ ഉൾഭരണത്തിൽ ഇടപെട്ടപ്പോഴാണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് അത് സിംഹാസനത്തിലിരുന്ന ബാബാമാരെല്ലാം ഞങ്ങളെ സമ്മതിച്ചിരുന്ന. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ബാബ ഉൾഭരണ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെട്ടപ്പോൾ ഞങ്ങൾ ജ്ഞാനായ അസോസിയേഷൻ കൂടി ആത്മീയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ അനുവദിക്കത്തുള്ളൂ എന്നൊരു തീരുമാനമെടുത്തു. അത് ഞങ്ങളുടെ ഭരണഘടനയിലുള്ളതാണ്. പുറത്താക്കുകയല്ല, സഹായ മെത്രാപ്പോലിത്തന്മാര് അവിടെ ഇടപെടൽ മൂലമാണ് സമുദായ മെത്രാപ്പോലിത്തയ്ക്ക് ഒരു സസ്പെൻഷൻ വന്ന്. ആ സസ്പെൻഷൻ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതിനിടയാക്കി സമുദായത്തിനെതിരെ പോയി പത്രസമ്മേളനവും നടത്തി അങ്ങനെ സമുദായത്തെ ദ്രോഹിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഔദ്യോഗിക പരിപാടികളിലൊന്നും അവരെ ഒഴിവാക്കി. ഔദ്യോഗിക പരിപാടികളൊന്നും ക്ഷണിക്കേണ്ട തീരുമാനമാണ്. ഇല്ല, അത് ആത്മീയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള സമുദായത്തിന്റെ ഒരു പരിപാടികളിലും ഫങ്ഷൻസ് ആ പ്രൈവറ്റ് ഫങ്ഷൻസ് ആണ്, അതിനകത്ത് വിലക്കില്ല. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങുകളിലും സംബന്ധിപ്പിക്കേണ്ട തീരുമാനിച്ചു. അതുപോലെ തന്നെ ഈ സസ്പെൻഷൻ ശരിയല്ല, ഇത് എത്രയും വേഗം അത് പിൻവലിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും. അതുവരെ ഞങ്ങൾ ഞങ്ങളുടെ ഭരണഘടനയും ഞങ്ങളുടെ ഉൾഭരണ സ്വാതന്ത്ര്യവുമായിട്ട് മുൻപോട്ട് പോകുന്നതിനാണ് ഇപ്പൊ തീരുമാനമെടുത്തിരിക്കുന്നത്.